ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ 3 കുട്ടികള്, 2 ആൺകുട്ടികളും അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയും, ഇവർ 3 പേരും ഓടി പോകുമ്പോഴത്തേക്കും അവരുടെ പുറകെ തന്നെ ഒരു വയസ്സായിട്ടുള്ള ആളിങ്ങനെ ഓടി വരുന്നുണ്ട്. ഇയാൾ ഇവരുടെ അധ്യാപകനാണോ, ഇനി ഇവരെന്തെങ്കിലും ചെയ്തിട്ട് പുറകെ ഓടിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇവർ 3 പേരും ഒരുപാട് ദൂരെ ഓടിയിട്ട് ഈ ഒരു അപ്പൂപ്പനും പുറകെ തന്നെ ഓടി. അവസാനം അതിലൊരു പയ്യനെ ഈ ഒരു അപ്പൂപ്പൻ അങ്ങ് പിടിക്കുന്നതും ആ ഒരു പയ്യനെ ഇയാള് വെറുതെ വിടുന്നില്ല. അങ്ങനെ വലിച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അതിൽ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് പെട്ടെന്ന് വന്ന് ഈ ഒരു അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ വയറിലേക്ക് ഒരു കത്തി വെച്ച് ഒരൊറ്റ കുത്ത്. അങ്ങനെ ആ ഒരു അപ്പൂപ്പനെ കൊന്നിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ ഈ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, സ്വർണ്ണമാല, മോതിരം, ഡയമണ്ട് മോതിരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ രാത്രി സമയത്ത് ഒരു വീടിനകത്ത് ഒരമ്മയും അപ്പൂപ്പനും 2 പേരും ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവർ കിടക്കുന്നതിന് മുന്നേ ആഹാരം കഴിക്കാൻ പോണ്. അപ്പോൾ ആ ഒരു അമ്മൂമ്മയായാലും പതിയെ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് തന്റെ ഭർത്താവിനെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു അപ്പൂപ്പന്റെ പേര് ആന്റോണിയോ, അമ്മൂമ്മയുടെ പേര് ജിയോവാന. അങ്ങനെ അവർ 2 പേരും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ വീടിന് വെളിയിലായിട്ട് കുറച്ച് ദൂരെ ഒരു കാർ ഇങ്ങനെ കിടപ്പുണ്ട്. അതുമല്ല ആ ഒരു കാറിനകത്ത് നിന്നും ബൈനോക്കുലർ വെച്ചിട്ട് ഈ ഒരു വീടിനകത്തേക്ക് ആരോ നോക്കുന്നു. അത് കാണിക്കുമ്പോഴത്തേക്കും ഒരു ലേഡിയാണ്, അവളുടെ പേര് ഹരിയാന. അതുമല്ല കാറിനകത്ത് റോബർട്ട് എന്ന് പറഞ്ഞ് വേറൊരുത്തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അവള് പറയും അവർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങും, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ എന്നും പറഞ്ഞ് ഹരിയാന പെട്ടെന്ന് റോബർട്ടിനെ പിടിച്ചിട്ട് അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവര് 2 പേരും കിസ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ കൂടെ സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും കൂടിയുണ്ട്. അവനിപ്പോ വെളിയിൽ നിന്ന് മൂത്രമൊഴിച്ച് അത് കഴിഞ്ഞിട്ട് ആരോടോ ഫോണിൽ വീഡിയോ കോളിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 പേരുണ്ട്. അവർ 2 പേരോട് ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്, അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അകത്തേക്ക് കയറും എന്നെല്ലാം അവരോട് പറഞ്ഞ് ഓക്കെ ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറയും. എന്നിട്ട് ഇവനായാലും കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ 2 പേരും കിസ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് ഇവനെ കാണുമ്പോൾ അവരത് നിർത്തിയിട്ട് സോറി ഞാൻ പേര് പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഈ മുന്നിലിരിക്കുന്നവരുടെ പേര് സ്റ്റീഫൻ, പുറകിലിരിക്കുന്നവരുടെ പേരാണ് റോബർട്ട്. ഇപ്പോൾ സ്റ്റീഫൻ ആയാലും പറയുന്നുണ്ട് ഇത്ര നേരമായിട്ടും അവർ ഉറങ്ങാത്തതെന്നാ ചോദിക്കുമ്പോൾ റോബർട്ട് പറയും സ്റ്റീഫനോ കുറച്ചു നേരം അടങ്ങിയിരിക്കും, വയസ്സായിട്ടുള്ള ആൾക്കാരല്ലേ, അവരൊരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഉറങ്ങും, അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ അവർ റോബോട്ടൊന്നുമല്ലല്ലോ, കറക്റ്റ് സമയത്ത് ഉറങ്ങാനായിട്ട് മനുഷ്യരല്ലേ, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നതും ഇപ്പൊ ആ ഒരു വീട്ടിലെ അപ്പൂപ്പനും അമ്മമ്മയും ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവർ 3 പേരും പതിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ 1-2 ബാഗുകള്, അതേപോലെ തന്നെ മുഖംമൂടി, പിന്നെ തോക്ക്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ 3 പേരും ഇപ്പോൾ പതിയെ അകത്തേക്കായിരുന്നു. അങ്ങനെ ആ ഒരു വീടിന് വെളിയിൽ വന്ന് ആ ഒരു ഡോർ ഉണ്ടല്ലോ അതെല്ലാം പതിയെ തുറന്ന് അതിനകത്ത് ഒരു അലാറം സിസ്റ്റം ഉണ്ട്, അതെല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 3 പേരും വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങാണ്. എന്താണ് ഇവർ അന്വേഷിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് നേരമായിട്ട് ഇവർ 3 പേരും വീടിന്റെ പല ഭാഗങ്ങളും കയറി ഇറങ്ങി അന്വേഷിച്ചിട്ടും ഇവരന്വേഷിച്ച ആ ഒരു കാര്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പൊ അവസാനം ആ ഒരു അമ്മൂമ്മ അപ്പൂപ്പനെ കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് വന്നു. അവരവിടെ കിടന്നുറങ്ങാണ്. ആ ഒരു റൂമിൽ നോക്കിയിട്ട് അവിടെയും കാണുന്നില്ല. അങ്ങനെ 3 പേരും തിരിച്ച് ഹാളിലേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എവിടെ ഉണ്ടാവും, ഇനി നീ പറഞ്ഞതുപോലെ ഈ ഒരു വീട്ടിൽ സാധനം ഇല്ലേ, വേറെ എവിടെയെങ്കിലും ആയിരിക്കുമോ എന്നല്ല ചോദിക്കുമ്പോൾ ഇല്ലില്ല ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണല്ലോ അവൻ പറഞ്ഞത്, ഇനി നമ്മൾ തെറ്റായിട്ടുള്ള സ്ഥലത്താണോ വന്നത് എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ റോബർട്ട് പെട്ടെന്ന് ഓക്കെ ഞാനിപ്പോൾ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവനോടി മുകളിലേക്ക് കയറാണ്. ഇവര് 2 പേരും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നേരെ മുകളിലേക്ക് ചെന്നിട്ട് ഈ അപ്പൂപ്പനും അമ്മൂമ്മ കിടക്കുന്ന ആ റൂമുണ്ടല്ലോ അതിനകത്തേക്ക് കയറി ഇവരെ 2 പേരെ ഉണർത്തും. എന്നിട്ട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് സത്യം പറയേ ആ ഒരു വർക്ക്ഷോപ്പ് എവിടെയാ അത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അമ്മൂമ്മയും പറയും നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹരിയാനയുണ്ടല്ലോ അവളാണെങ്കിലും സമാധാനമായിട്ട് ചോദിക്കുന്നുണ്ട് പ്ലീസ് അതെവിടെയാണെന്ന് പറയേ, ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുന്നതും ഇപ്പോൾ റോബർട്ട് നേരെ ആ ഒരു അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മൂമ്മയെ വലിച്ച് താഴേക്കിട്ട് അമ്മൂമ്മേനെ ഒരു ഒറ്റയടി, എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ ഒരു അമ്മൂമ്മയെ അടിക്കുന്നു. ഇത് കണ്ട അപ്പൂപ്പനായാലും ഓക്കെ ഞാൻ പറഞ്ഞുതരാം അവളെന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അതിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവർക്ക് സന്തോഷമാവുന്നത്. അങ്ങനെ അപ്പൂപ്പനായാലും ഡ്രസ്സെല്ലാം മാറി പതിയെ ഇവരെയും കൂട്ടി നേരെ താഴേക്ക് പോവാണ്. അമ്മൂമ്മേനെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. വയസ്സായിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും നോക്കുന്നില്ല, അവരെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ നേരെ താഴേക്ക് വന്നിട്ട് അവിടെ ഒരു കബോർഡ് ഉണ്ട്. ആ ഒരു കബോർഡിന്റെ ഒരു ഭാഗത്ത് ഒരു ലോക്ക് സിസ്റ്റം ഇരിക്കുന്നു. അതിലെ നമ്പർ ലോക്ക് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാഗം തുറന്ന് അതിനകത്താണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത്. എന്തിന്റെ വർക്ക്ഷോപ്പാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിൽ നമ്മൾ കണ്ടിരുന്നല്ലോ ഈ സ്വർണ്ണമാല, ഡയമണ്ട് മോതിരം ഇതെല്ലാം നിർമ്മിക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പാണിത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു സ്വർണവും മറ്റു കാര്യങ്ങളെല്ലാം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും ഇതിനകത്തേക്ക് കയറിയത്. അമ്മൂമ്മ അപ്പൂപ്പൻ അതിന്റെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്.
ഓക്കെ, എന്തായാലും റൂം കണ്ടുപിടിച്ചു. ഇവരുടെ രണ്ടുപേരുടെയും കൈ കെട്ടിയിടാൻ പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മേനെ അപ്പൂപ്പനെ നേരെ ചെയറിലേക്ക് കൊണ്ടിരുത്തി രണ്ടുപേരുടെയും കൈ പുറകിൽ വെച്ച് ഇങ്ങനെ കെട്ടാണ്. എന്നിട്ട് ഇവർ മൂന്നുപേരും നേരെ അതിനകത്തേക്ക് കയറി. അത്രയും സന്തോഷം, കാരണം ഒരുപാട് സ്വർണ്ണമുണ്ട്. അതേസമയം ഇവിടെ വെളിയിൽ അപ്പൂപ്പൻ അമ്മൂമ്മയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ വെറും സാധാരണമല്ലേ, അത്രയ്ക്കൊന്നുമില്ല എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇവർ സന്തോഷിച്ചിരിക്കുകയാണ്. ഇവർ മൂന്നുപേരും അകത്തു നിന്നും അത്രയും സന്തോഷത്തിൽ എല്ലാം വാരി വലിച്ച് ഈ ബാഗിൽ കയറ്റാണ്. അങ്ങനെ മൂന്നുപേരും അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം ബാഗിൽ കയറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഡോർ ഉണ്ടല്ലോ, അതിപ്പോ പതിയെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നു. ഈ ഒരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് അത് അടയുമ്പോഴത്തേക്കാണ് മൂന്നുപേര് ഓടി വരുമ്പോൾ അത് അടഞ്ഞുപോയി. ഇനിയിപ്പോ എങ്ങനെ തുറക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും റോബർട്ട് പറയുന്നുണ്ട്, അരീന നീ തുറക്ക്, നീയല്ലേ ഇതിലെ എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു മാന്ത്രികനൊന്നുമല്ല ഈ ലോക്കിലായി തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ ഒരു അമ്മൂമ്മേനെ അപ്പൂപ്പനെയും വെളിയിൽ കെട്ടിയിട്ടേക്കാണ്. അവര് വരാതെ ഇത് തുറക്കാനും കഴിയുന്നില്ല. റോബർട്ടിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അലറി വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. പക്ഷെ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അതേസമയം നമ്മുടെ അമ്മൂമ്മ അപ്പൂപ്പനും ചെയർ ഇപ്പോൾ ഒരു വിധത്തിൽ അടുത്തേക്ക് കൊണ്ടുവന്ന് രണ്ടുപേരും പരസ്പരം ആ കൈ വെച്ചിട്ട് ഇവരുടെ കെട്ടുകൾ ഇങ്ങനെ അഴിക്കുകയാണ്. ഇവരായാലും അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവർ വിചാരിക്കുന്നത് അമ്മൂമ്മ അപ്പൂപ്പനും ഇപ്പോൾ അനങ്ങാൻ കഴിയാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്, അവരും അവിടെ കിടന്ന് മരിക്കും, നമ്മളും ഇവിടെ കിടന്ന് മരിക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഇപ്പൊ ആ ഒരു കയറുകൾ കെട്ടഴിച്ചു. അപ്പൂപ്പനാണെങ്കിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒരു കെട്ടഴിക്കുമ്പോഴത്തേക്കും അമ്മൂമ്മ പറയും, നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വെളിയിൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ ഈ ഒരു റൗണ്ടിങ്ങിനായിട്ട് വരികയാണ്. ആ ഒരു സമയത്താണ് ഈ വീടിനടുത്തായിട്ട് ഇവരുടെ മൂന്നുപേരുടെയും കാറുണ്ടല്ലോ അത് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ അവിടെ വണ്ടി നിർത്തി നേരെ ഇവരുടെ വീടിന്റെ അടുത്തേക്ക് ഒന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ ഡോർ തുറക്കും. അപ്പോൾ അറിയാവുന്ന പോലീസുകാരനാണ്. അപ്പൊ അപ്പൂപ്പൻ ചോദിക്കും, എന്താ ഓഫീസർ ഈ ഒരു സമയത്ത്? ഇല്ല, ഞാൻ വെറുതെ ഒരു സംശയം കൊണ്ട് വന്നതാണ്. നിങ്ങളുടെ വീടിന് മുന്നിലായിട്ട് ഒരു കാർ കിടക്കുന്നുണ്ടോ? അത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഓഫീസർ, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കിടക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മൂമ്മയെ കാണുമ്പോഴത്തേക്കും, ഹായ് ജീവാനിയ, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലതുപോലെ പോകുന്നു, ചെറിയ നടുവേദന, അത്ര മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു പോലീസുകാരൻ താഴെ കിടക്കുന്ന ഒരു മാസ്ക് കാണും. അത് അവരുടെ മൂന്നുപേരുടേതാണ്. ഇത് അവൻ കാണുന്നോണ്ട് മനസ്സിലാക്കി നമ്മുടെ അമ്മൂമ്മ പെട്ടെന്ന്, ഇത് പിള്ളേരുടേതാണ്, കൊച്ചുമക്കളുടെ, അവരിവിടെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് അതും എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ പോലീസുകാരൻ അപ്പൂപ്പനോട് പറയും, ഓക്കെ ശരി, ഞാൻ എന്തായാലും പോവാണ്, നിങ്ങൾ അലാറം എല്ലാം നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചോ, എന്നിട്ടേ കിടക്കാവൂ. അതെ, അത് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ ഇപ്പോൾ ഡോർ അടയ്ക്കാണ്. പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ ഇവർ മൂന്നുപേരും ഇനിയിപ്പോൾ അവര് പോലീസുകാരെ വിളിക്കോ? പോലീസിനെ വിളിക്കാനായിട്ട് ഒരു ചാൻസ് ഇല്ല, രണ്ടുപേരെ കെട്ടിയിട്ടേക്കല്ലേ. അവരും അവിടെ പട്ടിണി കിടന്ന് മരിക്കും, നമ്മളും ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ റോബർട്ട് ദേഷ്യപ്പെട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തകർക്കും. ആ ഒരു സമയത്ത് വെളിയിൽ നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, അവിടെയുള്ള ചുമരിൽ വലിയൊരു ഫോട്ടോ തൂക്കിയിട്ടുണ്ട്. അത് പതിയെടുത്ത് മാറ്റുമ്പോൾ അവിടെ ചെറിയൊരു സ്ക്രീൻ, അത് ഓണാക്കുമ്പോഴത്തേക്കാണ് ഇവർ കിടക്കുന്ന ഈ ഒരു റൂമിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. അവർ പറയുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതിപ്പോൾ ഓണാക്കിയിട്ട് അപ്പൂപ്പൻ അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം കേടാക്കി കഴിഞ്ഞാലേ അതിനെല്ലാത്തിനും നിങ്ങൾ പണം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കുറച്ച് ശാന്തമായിട്ട് നിൽക്കാനായിട്ട് പറയുമ്പോൾ റോബർട്ട് ഈ ഒരു കാര്യം കേട്ടിട്ട് പെട്ടെന്ന് വന്ന്, കള്ളക്കളവാ, ഞങ്ങളെ പുറത്തേക്ക് വിട്ടോണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ എന്നില്ല ഇങ്ങനെ പറയുമ്പോൾ അപ്പൂപ്പൻ പറയും, നിങ്ങളല്ലേ അതിനകത്ത് കയറാനായിട്ട് ആഗ്രഹിച്ചത്, പിന്നെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും? ആ ഒരു സമയത്താണ് അരിയാന അവിടെയുള്ള ആ ഒരു ക്യാമറ കാണുന്നത്. ഇത് കണ്ട അരിയാന അതിലേക്ക് നോക്കിയിട്ട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ പുറത്തു വിടണം, നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ പറയും, അല്ല, നിങ്ങളെ പുറത്തു വിടാനാണെങ്കിൽ ഞാൻ എന്തിനു നിങ്ങളോട് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം, അതും ഇതുവരെയും ഞാൻ പോലീസിനെ പോലും വിളിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൂപ്പൻ എന്തായാലും ഇവരെ വെളിയിലേക്ക് വിടാനായിട്ട് തയ്യാറല്ല. അതുപോലെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരെയും വിളിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതും ഇവർക്ക് മൂന്നുപേർക്കും മനസ്സിലാവുന്നില്ല. വീട്ടിലേക്ക് വന്ന കള്ളന്മാരെ ഒന്നുകിൽ പോലീസിനെ വിളിച്ച് കാണിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ തുറന്നു വിടുക, ഇത് രണ്ട് ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു അപ്പൂപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ റോബർട്ടിന് പിന്നെയും അടങ്ങാൻ കഴിയാതെ അവൻ വീണ്ടും ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, എടോ കിളവ, ഞങ്ങളെ വെറുതെ വിടാനായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊല്ലുമെന്നല്ല ഇങ്ങനെ പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതേ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് തോക്കെടുക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പറയും, ഓക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്തോ, പക്ഷേ ബുള്ളറ്റ് തിരിച്ചു വന്ന് നിങ്ങളുടെ ദേഹത്ത് തന്നെയാണ് കൊല്ലാൻ പോകുന്നത്, നിന്റെ ആരെങ്കിലും ഒരു സുഹൃത്ത് മരിക്കും, അല്ലെങ്കിൽ പോട്ടെ അരിയാനെ ഷൂട്ട് ചെയ്ത് കൊല്ലേ, പിന്നെ അവളുടെ ജെറി എന്ന് പറഞ്ഞ ആ ഒരു പൂച്ചയെ ആര് നോക്കും എന്നീ അപ്പൂപ്പൻ പറയുമ്പോഴത്തേക്കാണ് അരിയാനെ പെട്ടെന്ന്, അല്ല എന്റെ പേര് നിനക്കെങ്ങനെ അറിയാം, പറയ് എന്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുമല്ല നിങ്ങൾ മൂന്നുപേരെ പറ്റിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, സ്റ്റീഫൻ, റോബർട്ട് എന്ന് പറയുമ്പോൾ ഇവർ മൂന്നുപേരും ആകെ ടെൻഷനായിട്ട്, സ്റ്റീഫൻ ഇപ്പോൾ നിനക്ക് ഞങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല കിളവാ എന്ന് പറയുമ്പോഴത്തേക്കും, ഓക്കെ ഞാൻ സ്റ്റീഫനെ പറ്റി തന്നെ പറയാം, ഇല്ല നിനക്ക് ഞങ്ങളുടെ പേരല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയും, ഓക്കെ സ്റ്റീഫൻ,
നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൽ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. നിന്റെ അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു. പിന്നെ നിന്റെ അമ്മ ഒരു ബാറിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ നീ വോഡ്ക മാത്രമേ കുടിക്കൂ എന്ന് പറയുന്നതും ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്. ഓക്കെ, ഇനി റോബർട്ടിനെ പറ്റി. അവന്റെ അച്ഛനും അമ്മയും അവനെ നിലയ്ക്ക് നിർത്താൻ നോക്കിയിട്ട് ഒരിക്കലും നടക്കുന്നില്ല. അവനാണെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നു. പിന്നെ അത് നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കള്ളനാണ്, ഒരുപാട് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൊക്കൈനും നീ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട റോബർട്ട്, ഇല്ലില്ല, അയാൾ കള്ളം പറയാണ്, ഇത് കള്ളം പറയാണ്, ഞാൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ എന്തായാലും കൊല്ലും. അപ്പോൾ അപ്പൂപ്പൻ പറയും, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നേ, നിങ്ങളല്ലേ പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനായിട്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുമല്ല, നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യം എനിക്കറിയാം, അത് സ്റ്റീഫനെ പറ്റി എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റീഫൻ പറയും, എന്താ നിങ്ങൾക്കറിയാവുന്നേ? ഓക്കെ സ്റ്റീഫൻ, ഞാനിപ്പോൾ പറയാം. 6 മാസങ്ങൾക്ക് മുന്നേ നീ ഒരു സ്ഥലം കൊള്ളയടിക്കാനായിട്ട് തീരുമാനിച്ചില്ലേ? അതാണെങ്കിൽ ഫെയിലായിപ്പോയി. അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റൊമാനിയക്കാരി സ്റ്റീഫൻ വേറെ വഴിയില്ലാതെ അന്ന് അവളെ തന്നെ കൊള്ളയടിക്കുമായിരുന്നു. അവൻ അവളെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ പറയും, ഓ, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈർന്നുണ എന്ന് പറയുന്നത് നമ്മുടെ അരിയാനെയും റോബർട്ടും ഇവനെ തന്നെ ഇങ്ങനെ നോക്കാണ്. അപ്പോൾ സ്റ്റീഫൻ, ഏയ് നിങ്ങളെന്താ നോക്കുന്നേ? അയാൾ എന്തോ ഒരു കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾ വിശ്വസിക്കാൻ പോവാണോ? അപ്പോൾ ആ ഒരു അപ്പൂവൻ പറയും, സ്റ്റീഫൻ എന്താണ്, നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ, അവരോടത് പറഞ്ഞു കൊടുക്ക് എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കും, ശരി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഞാനും അവളായിട്ട് കൊള്ളയടിക്കാൻ പോകുന്ന സമയത്ത് അതിനകത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രശ്നം നടന്നിട്ട് ഇവന് വേറെ വഴിയില്ലാതെ ഇവനൊരു മുഖംപൊടി ഇട്ട് നേരെ അകത്തേക്ക് പോയിട്ട് ആ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പെണ്ണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ഇവൻ അവളെ മനഃപൂർവ്വം ഒറ്റിയതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അത് ചെയ്തതെന്നും സ്റ്റീഫൻ ഇവരോട് ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ 3 പേരും ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ പതിയെ ആ ഒരു മൈക്ക് ഓഫ് ചെയ്തിട്ട് നേരെ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. അതേസമയം ഇവരെ 3 പേരും ഇവിടേക്ക് പറഞ്ഞു വിട്ട ആ ഒരു 2 പേര് ഇപ്പോൾ എന്തോ TV-യിൽ 80+ ആയിട്ടുള്ള വീഡിയോയും കണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അമ്മൂമ്മ അപ്പൂപ്പനെ കാപ്പി ഇട്ട് കൊടുത്തേക്കുന്നു. അപ്പോൾ അതെടുത്ത് കുടിച്ചിട്ടാണ്, പക്ഷേ ഇതിൽ മധുരമില്ലല്ലോ. അപ്പോൾ അമ്മൂമ്മ പറയും, ഡോക്ടർ പറഞ്ഞത് എന്താ, അതുകൊണ്ട് എന്തായാലും ഇത് വേണ്ട. എന്നിട്ട് അമ്മൂമ്മ പറയും, അവർ 3 പേരും കൊള്ളാമല്ലേ? അപ്പോൾ അപ്പൂപ്പൻ പറയും, അങ്ങനെയാണെങ്കിൽ അവർക്ക് നീ കേക്ക് ഉണ്ടാക്കി കൊടുക്ക്, എന്താ ഒരു കുറ്റവാളികൾക്കോ, എന്തായാലും ഉണ്ടാക്കുകയല്ലേ, വെറുതെ ഉണ്ടായിക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് അതേസമയം ഇവർ 3 പേരും ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ വീണ്ടും വന്ന് ഇവരോട് സംസാരിക്കാൻ തുടങ്ങും. ഇത്തവണ റോബർട്ട് നിനക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ റോബർട്ട് ആയാലും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ഒരു ചെയറൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ആ ഒരു സമയത്താണ് അരിയാനെ പതി എഴുന്നേറ്റ് ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ട്, പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കണം, ഞങ്ങളെ 3 പേരെയും പുറത്തേക്ക് വിട്, ഞങ്ങൾ ആരും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, ഇത് സത്യമാണ്, ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജോലിയില്ല, അതുമല്ല ഞങ്ങളുടെ പേരിൽ ക്രിമിനൽ റെക്കോർഡൊന്നുമില്ല. ചില സമയങ്ങളിൽ ഞങ്ങൾ മോഷ്ടിക്കും, അത് ഞങ്ങൾ മോശം ആളുകളായതുകൊണ്ടല്ല, പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് എന്നല്ല ഇങ്ങനെ പറയും. അതുമല്ല ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണ്, ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ ചോദിക്കും, സുഹൃത്തുക്കൾ? ഓ, അപ്പോൾ നിങ്ങൾ 3 പേരും പരസ്പരം അറിയാമെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളാകുമ്പോഴത്തേക്കും പരസ്പരം എല്ലാം കൈമാറണം. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല, നിങ്ങൾ വിശ്വസ്തരല്ല എന്ന് പറയുമ്പോൾ അതെ ഞങ്ങൾ വിശ്വസ്തരാണ്. സ്റ്റീഫൻ ഒരു തെറ്റ് പറ്റി, അത് ഞങ്ങൾ 2 പേരും ക്ഷമിച്ചു, ഞങ്ങൾ എന്തായാലും ഇത് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് റോബർട്ടിനോട് പറയും, റോബർട്ട് അതെ ഞാനും ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അതേ കണ്ടില്ലേ, ഞങ്ങൾ അവനെ എന്തായാലും ക്ഷമിച്ചു. അപ്പോൾ ഇത് കേട്ട അപ്പൂപ്പൻ, ഓക്കെ നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്, എനിക്കത് മനസ്സിലായി, നിങ്ങളെല്ലാവരും പരസ്പരം ക്ഷമിക്കും, പക്ഷേ സ്റ്റീഫൻ നിന്നെ ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ ചോദിക്കും, അല്ല ഞാനെന്തിനാ അവരോട് ക്ഷമിക്കുന്നേ? അപ്പോൾ അപ്പൂപ്പൻ പറയും, അറിയത്തില്ലേ സ്റ്റീഫൻ, യഥാർത്ഥ സൗഹൃദത്തിൽ ഒരിക്കലും രഹസ്യങ്ങളൊന്നുമില്ല, പക്ഷെ നീ അറിയാത്ത ഒരു രഹസ്യം ഇവർക്ക് 2 പേർക്കും അറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റീഫൻ ആയാലും 2 പേരെ ഇങ്ങനെ നോക്കാണ്. അപ്പോൾ ഇവർ 2 പേരും ചെറിയ രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു അപ്പൂപ്പനോട് ഓക്കെ എന്താണ് ആ ഒരു രഹസ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അപ്പൂപ്പൻ പറയുന്നത്, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട അരിയാന കുറച്ച് നാള് മാറി നിന്നായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി, അത് കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, ആ ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്, എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. അപ്പൂപ്പൻ പറയും, ഒരിക്കലും അവൾ അവിടേക്കല്ല പോയത്, അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടിയാണ് പോയത്, ആ ഒരു കാര്യം നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന്, ഇല്ല എനിക്കറിയത്തില്ല. അതെ, പക്ഷെ ആ ഒരു കുഞ്ഞൊരിക്കലും നിന്റേതല്ല, അത് വേറൊരാളുടേതാണ്, അത് നിന്നെ അറിയിക്കാതിരിക്കാനും അവളുടെ വയറ് വലുതാകുമ്പോൾ അതറിയാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അബോർഷൻ ചെയ്തത്, അത് കഴിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ തിരിച്ചും വന്നു എന്നിങ്ങനെ പറയുന്നതും സ്റ്റീഫൻ അത്രയും ദേഷ്യമായി. അപ്പോഴേക്കും അവരപ്പൂവൻ പറയും, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് ആരാണെന്നറിയോ? റോബർട്ട്, ഇനി നീ അവരോട് ക്ഷമിക്കോ എന്നിങ്ങനെ ചോദിക്കുന്നതും അവൻ പറയും, അത് തെളിയിക്കാൻ പറയുമ്പോൾ ഇനിയൊന്നും തെളിയിക്കാനില്ല, നീ അവരോട് തന്നെ ചോദിക്കാൻ പറയുന്നതും സ്റ്റീഫൻ ഇപ്പോൾ അവരോട് ചോദിക്കുകയാണ്,
അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റീഫൻ ഒരിക്കലും കുട്ടികളുണ്ടാവത്തില്ല. അതുകൊണ്ട് അവൻ്റേതാണെന്ന് പറഞ്ഞ് ഒഴിയാനും പറ്റത്തില്ല. അപ്പോഴാണ് അരിയാനോ ആ ഒരു സത്യം പറയുന്നത്. ഇവരൊരു ദിവസം ഏതോ ഒരു ക്ലബ്ബിൽ എന്തോ പാർട്ടിക്കായിട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഇവർ രണ്ടുപേരും ഒരുപാട് മദ്യപിച്ച് അരിയാനയും റോബർട്ടും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ടിരുന്ന് അങ്ങനെയാണ് അവൾ പ്രഗ്നന്റ് ആയത്. അതുമല്ല ആ ഒരു സമയത്ത് അത് സംഭവിച്ചു പോയി. പിന്നീട് കുട്ടിയെ നോക്കാനായിട്ട് റോബർട്ട് എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അബോർഷൻ ചെയ്തത്, അത് നിനക്ക് വേണ്ടി എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും അവനോട് പറയുന്നതും ഇത് കേട്ട് നമ്മുടെ സ്റ്റീഫന് നല്ല ദേഷ്യം. അവൻ അങ്ങനെ നിന്ന് പെട്ടെന്ന് റോബർട്ടിനെ പിടിച്ചിട്ട് അവനുമായിട്ട് വഴക്കുണ്ടാക്കാണ്. രണ്ടുപേരും അടിയുണ്ടാക്കി അവസാനം താഴേക്ക് ഒന്ന് വീഴുന്നതും റോബർട്ടിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അവനത് പെട്ടെന്ന് എടുത്ത് സ്റ്റീഫന്റെ നേർക്കനെ നീട്ടും. അപ്പോൾ സ്റ്റീഫൻ ആയാലും ഏയ് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ടേബിളിൽ ഒരു തോക്കിരിപ്പുണ്ട്. അത് നമ്മുടെ സ്റ്റീഫൻ കാണുന്നുണ്ട്, റോബർട്ടും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോക്കിനടുത്തായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് സംസാരിച്ച് പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് റോബർട്ടിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ആ ഒരു തോക്കിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ റോബർട്ടിന് ദേഷ്യം വന്ന് പെട്ടെന്ന് നമ്മുടെ സ്റ്റീഫന് നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. സ്റ്റീഫൻ നേരെ താഴേക്ക് വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ അറിയാനായാലും പെട്ടെന്ന് സ്റ്റീഫന്റെ അടുത്തേക്ക് വന്ന് സ്റ്റീഫൻ എഴുന്നേക്കെന്നെല്ലാം പറയുമ്പോഴത്തേക്കും റോബർട്ട് പറയും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവൻ എന്നെ കൊല്ലാൻ വന്നാണെന്ന് പറയുമ്പോൾ ആരിയാനോ എഴുന്നേറ്റ് അവനെ ഒരു ഒറ്റയിടി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്പൂപ്പൻ കാണുന്നുണ്ട്. ഒരാൾ ഇതിനകത്ത് മരിച്ചത് കൊണ്ട് തന്നെ അപ്പൂപ്പൻ എന്തോ പോലെ ആയിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ അവിടേക്ക് വന്നിട്ട് അല്ല എന്തു പറ്റി, ഒരാൾ പോയി. അപ്പൊ അമ്മൂമ്മ പറയും ഓ പാവം, അവനായിരുന്നു ഇത്തിരി ആരോഗ്യമുള്ളവൻ, അല്ല അവന്റെ പേരെന്താ, സ്റ്റീഫൻ. അപ്പോഴമ്മൂമ്മ ഓ കുഴപ്പമില്ല, ഇപ്പോഴൊരു പെൺകുട്ടിയുണ്ടല്ലോ, അവൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അവള് മതി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ടേബിളിനടുത്തേക്ക് പോയിരിക്കും. അപ്പോൾ ഈ ഒരു മൈക്കിലെ സൗണ്ട് കൂട്ടി വെച്ചതുകൊണ്ട് ഇവർ വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും അകത്ത് കേൾക്കാൻ കഴിയും. അപ്പൊ അവരാണെങ്കിലോ വഴക്ക് കൂടിയിട്ട് പെട്ടെന്ന് അവർ പറയുന്നത് എന്താണെന്ന് ഇങ്ങനെ കേൾക്കാണ്. ആ ഒരു സമയത്താണ് അടുത്തൊരു ടെസ്റ്റ്. വേറൊന്നുമല്ല, ഈ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ചേർന്നിട്ട് ഇവർ മൂന്നുപേരുണ്ടല്ലോ, മൂന്നുപേരുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങളെല്ലാം അവരെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ മൂന്നുപേരെ പറ്റിയും ഇവർക്ക് രണ്ടുപേർക്കും നേരത്തെ തന്നെ അറിയാം. ആ ഒരു സമയത്താണ് വെളിയിൽ ഇപ്പോൾ പോലീസുകാരൻ വീണ്ടും വരുന്നു. അപ്പൊ ഈ ഒരു ശബ്ദം അകത്ത് നിന്ന് ഇവർ രണ്ടുപേരും കേൾക്കുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഓടി വന്ന് ആ ഒരു ഡോറിലിട്ട് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും അമ്മൂമ്മയാണെങ്കിലും പെട്ടെന്ന് മ്യൂസിക് അങ്ങ് ഓൺ ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു പോലീസുകാരനെ നല്ലതുപോലെ കേൾക്കാൻ കഴിയത്തില്ല. അവര് രണ്ടുപേരും അകത്ത് കിടന്ന് പ്ലീസ് രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ പോലീസുകാരൻ ഇപ്പൊ അപ്പൂപ്പനോട് പറയുന്നത് സോറി, നിങ്ങളെ വീണ്ടും ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം, എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അടുത്തിടെ ഞങ്ങളൊരു വിവരം കേട്ടു, ഒരു കൂട്ടം കള്ളന്മാരെ കുറിച്ച്. അതും നിങ്ങളുടെ വീട്ടിൽ കണ്ട ആ ഒരു കുട്ടികൾ കളിക്കുന്ന മുഖംമുടിയില്ലേ, അതുപോലെയുള്ള മുഖംമുടി ഇട്ടിട്ടാണ് അവര് കൊള്ളയടിക്കുന്നതെന്നാണ് കേട്ടത്. ജസ്റ്റ് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അമ്മൂമ്മ നോക്കുമ്പോൾ ഇവിടെയുള്ള ആ ഒരു സ്ക്രീനിൽ ഇവരിങ്ങനെ തട്ടുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ കാണാനും കഴിയുന്നുണ്ട്. പോലീസുകാരൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും ശരിയാവത്തില്ല. അതുകൊണ്ട് അമ്മൂമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഫോട്ടോ വീണ്ടും അവിടെ തന്നെ തൂക്കിയിട്ട് പെട്ടെന്ന് അവിടേക്ക് മെഴുകുതിരി ഇങ്ങനെ കത്തിക്കും. അപ്പോഴേക്ക് പോലീസുകാരൻ പറയും ശരി ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ, ആ കയറിക്കോന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ അകത്തേക്ക് വരുമ്പോഴത്തേക്കും അമ്മൂമ്മ അവിടെ നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവർക്കായാലും മനസ്സിലായി ഇവർ എത്ര കിടന്ന് വെള്ളം വെച്ചാലും വെളിയിലൊന്നും കേൾക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ആ ഒരു മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ അകത്തേക്ക് വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അമ്മൂമ്മയുടെ മുഖത്ത് അടികൊണ്ട ആ ഒരു പാടുണ്ടല്ലോ അത് കാണുന്നു. അപ്പോൾ അവൻ ചോദിക്കും അല്ല ഇതെന്തു പറ്റി? ഇല്ല ഞാൻ അടുക്കളയിൽ പോയപ്പോൾ വീണതാണ്, കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്. ശരി നിങ്ങൾക്ക് മധുരം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് ഇപ്പൊ പഞ്ചസാര എടുക്കാൻ വേണ്ടി അടുത്തുള്ളൊരു ഷെൽഫിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ 2 പാത്രം ഇരിപ്പുണ്ട്. അതിലൊരു പാത്രം കാണുമ്പോൾ തന്നെ അമ്മൂമ്മ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ഒരു കെണിയുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എന്തു പറ്റിയെന്ന് അറിയത്തില്ല. ആ ഒരു പാത്രം എടുക്കാതെ അടുത്തുള്ള ആ ഒരു പഞ്ചസാര പാത്രം എടുത്ത് നേരെ പോലീസുകാരന്റെ അടുത്തേക്ക് വന്ന് അവനിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും അമ്മൂമ്മയുടെ കയ്യിൽ ആ ഒരു കെട്ടിയ പാടുണ്ടല്ലോ അതും കാണുന്നുണ്ട്. അപ്പൊ തന്നെ പോലീസുകാരന് എന്തോ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിലും അത് കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ആ തുണി പിടിച്ചിട്ട് ശരി ഞാൻ കിച്ചണിലേക്ക് പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അമ്മൂമ്മ നേരെ അകത്തേക്ക് പോകുന്നു. അങ്ങനെ പോലീസുകാരൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂപ്പൻ അവനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ഇവിടെ അകത്ത് കാണിക്കുമ്പോൾ റോബർട്ട് ഉണ്ടല്ലോ അവനിപ്പോൾ ദേഷ്യം കാരണം അവിടെയുള്ള ഒരു അലമാര അത് പെട്ടെന്ന് താഴേക്ക് തള്ളിയിടുന്നതും ഈ ഒരു ശബ്ദം വലുതായിട്ട് കേൾക്കുമ്പോൾ ഇവിടെ പോലീസുകാരൻ അത് ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കാൻ കഴിയും. അപ്പോൾ പോലീസുകാരനായാലും അതെന്താ അത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഞാൻ കേട്ടില്ല എന്ന് പറയുന്നതും ഈ ഒരു പോലീസുകാരൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു ചുമരിനടുത്തേക്ക് വന്ന് ചെവി വെച്ച് ഇങ്ങനെ കേൾക്കാണ്. പക്ഷേ അകത്ത് നിൽക്കുന്ന അവരറിയുന്നില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ തൂക്കിഴിക്കുന്ന ആ ഒരു ഫോട്ടോയുടെ ഇടയിൽ ഒരു ഗ്യാപ്പ്. അപ്പൊ അതിങ്ങനെ അനക്കി നോക്കിയിട്ട് പെട്ടെന്ന് അവനെന്തോ സംശയം തോന്നി ആ ഒരു ഫോട്ടോ എടുത്ത് മാറ്റുന്നതും ഈ ഒരു സ്ക്രീൻ കാണും. അപ്പോൾ നമ്മുടെ അപ്പൂപ്പനോട് ചോദിക്കുന്നുണ്ട് ആന്റോണിയോ ഇതെന്താണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു സ്ക്രീൻ ഓൺ ചെയ്യുന്നതും ഇതിനകത്ത് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന കാര്യം പോലീസുകാരൻ കണ്ടു. അപ്പോൾ പറയും ആന്റോണിയോ ആ റൂം തുറക്കാൻ പറയുമ്പോൾ ഇല്ല സാർ അവർ കുറ്റവാളികളാണ്, അവരെന്റെ അച്ഛനെ കൊന്നു,
ആ ഒരു കാര്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മമ്മ ചിരിച്ചുകൊണ്ട് പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്ന് കത്തി കൊണ്ട് ഒരു ഒറ്റ കുത്ത് വയറിലേക്ക്. അങ്ങനെ നമ്മുടെ പോലീസുകാരനായാലും പതിയെ താഴേക്ക് വന്ന് വീണിട്ട് അവിടെ വെച്ച് തന്നെ മരിക്കാണ്. അപ്പൊ അമ്മമ്മ അപ്പൂവനും കൊള്ളാലോ. അങ്ങനെ അവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചതിനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ അകത്ത് നമ്മുടെ റോബർട്ട് ആ ഒരു ചുമരിലെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് തട്ടി നോക്കാണ്. അങ്ങനെ തട്ടി അടുത്തുള്ളൊരു തടിയുണ്ട്, അതിലിങ്ങനെ തട്ടുമ്പോൾ ഉള്ളിൽ എന്തോ ഉള്ളതുപോലെ. അപ്പൊ ഇവർ കുറെ നേരം തട്ടിയിട്ട് രണ്ടുപേർക്കും സംശയം വന്ന് ആ ഒരു ഭാഗം തുറന്നു നോക്കുന്നതും അതിനകത്ത് ഒരു നിലവറ പോലെ, അത് ബേസ്മെന്റിലേക്കുള്ള ഒരു ഭാഗമാണ്. നല്ല ആഴത്തിലാണ് ആ ഒരു റൂം തന്നെ ഉള്ളത്, ഒരുപാട് പടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും പതിയെ അതിനകത്തേക്ക് ഇറങ്ങി വരും, കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നതും അവിടെയുള്ള ഒരു കബോർഡിൽ കുറെ ഫയൽ ഇരിക്കുന്നു. അരിയാനയാണെങ്കിലും ആ ഒരു ഫയലെല്ലാം എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത ട്വിസ്റ്റ്, ഇതൊരു മെന്റൽ ഹോസ്പിറ്റലിലെ ഫയലുകളാണ്. അപ്പൊ ഈ ഒരു വീട്ടിലുള്ള രണ്ടുപേരിൽ ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതും വെച്ച് നേരെ താഴേക്ക് വന്ന് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയൊരു റൂം. പെട്ടെന്ന് ഇതിനകത്തുള്ള ലൈറ്റ് എല്ലാം തെളിയുമ്പോഴത്തേക്കാണ് ഒരു ഓപ്പറേഷൻ റൂം പോലെയാണ് ഇരിക്കുന്നത്. കുറെ ദൂരമായിട്ട് 3 ബെഡുകളുണ്ട്. അതിലൊരെണ്ണത്തിൽ ആര് കിടത്തിയിരിക്കുന്നത് പോലെ തുണിയെല്ലാം വെച്ച് മൂടിയേക്കുന്നു. അതുപോലെ അടുത്തുള്ള ചുമരിലാണെങ്കിൽ ഈ കണ്ണിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മുകളിലുള്ള ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ഇവിടെയുള്ള ഒരു പൈപ്പിലൂടെ കേൾക്കാൻ കഴിയും. അപ്പൊ ഇവരായാലും അവിടെ കിടക്കുന്നത് ആരാണെന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അയാൾ അങ്ങ് അനങ്ങാണ്, കാരണം അവന് ജീവനുണ്ട്. അങ്ങനെ രണ്ടുപേരും ഈ ഒരു തുണി മാറ്റാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, അതിലൂടെ ഒരുപാട് പുക ഉള്ളിലേക്ക് വരുന്നതും രണ്ടുപേർക്ക് അധികം നേരം ശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം പതിയെ ഇവരുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ രണ്ടുപേരുടെ ബോധം പോയി അവിടെ കിടക്കുമ്പോൾ ഇവിടെ ഇവരെ കാത്ത് രണ്ടുപേരും ഇരിപ്പുണ്ടല്ലോ, അതിൽ ആ ഒരു മുടിയൻ അടുത്തിരിക്കുന്ന ആ ഒരു അപ്പൂപ്പന്റെ തലക്കടിച്ച് അയാളെ ചവിട്ടി താഴേക്കിട്ട് അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആ ഒരു ബാഗ് എടുത്ത് ഇവനും എങ്ങോട്ടോ പോകുന്നു. അതേസമയം ഇവിടെ ഇവര് രണ്ടുപേരും കണ്ണു തുറക്കുമ്പോൾ രണ്ടുപേരെയും ആ ഒരു ബെഡിൽ കെട്ടിയിട്ടേക്കാണ്, അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ. രണ്ടുപേരും പെട്ടെന്ന് റോബർട്ടോ അറിയാനോ എന്താ സംഭവിക്കുന്നതെല്ലാം ചോദിക്കുമ്പോൾ അമ്മമ്മ അപ്പൂപ്പൻ അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ അപ്പൂപ്പനാണെങ്കിൽ കണ്ണില് എന്തോ ലെൻസ് പോലെ എന്തൊക്കെയോ വെച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അമ്മമ്മയാണെങ്കിൽ ഇവരുടെ അടുത്ത് നിന്നിട്ട് ഹായ് രണ്ടുപേരും ഉണർന്നില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉടനെ തന്നെ ആഹാരം തരാന്നെല്ലാം പറയുമ്പോൾ റോബർട്ടോ പെട്ടെന്ന് മിണ്ടാതിരിക്കളവി, നിങ്ങളെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയുമ്പോൾ അല്ല മുന്നേ മുതിർന്നവരോട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിച്ചൂടെ എന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് കേക്ക് കൊണ്ടുവന്ന് മുന്നിലേക്ക് വെക്കുകയാണ് രണ്ടുപേർക്കും വേണ്ടി. അതേസമയം ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്തുള്ള ആ ഒരു ബെഡിൽ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണാണ്. ഈ അപ്പൂപ്പനായാലും അവളെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ വേദന കാരണം വായി മൂടി വെച്ചേക്കുന്നു, ശരീരം കൊണ്ടിങ്ങനെ പൊളയാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിന്റെ അനക്കം അങ്ങ് നിന്നു. അപ്പൊ അമ്മൂമ്മ പറയും ഓ പാവം, കുഴപ്പമില്ല ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അമ്മൂമ്മയാണെങ്കിലോ പതിയെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ റോബർട്ടിന് ആ ഒരു കേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവനത് കഴിക്കുന്നില്ല. ഓക്കെ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇനി നിനക്ക് കിട്ടത്തില്ല എന്നും പറഞ്ഞ് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അരിയാനയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്കും കേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അവളും കഴിക്കുന്നില്ല. അപ്പോൾ പറയും ശരി ഇനിയിപ്പോൾ നിങ്ങളെ എന്തായാലും അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹം ഒരു കലാകാരനാണ്, കുറെ നാളായിട്ട് അദ്ദേഹം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം അത് കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അത് വീണ്ടും തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ തന്നെയാണ് മെന്റൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അമ്മൂമ്മ നടന്ന് അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് എന്താണ് ചെയ്യുന്നറിയോ എന്നും പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ തല പിടിച്ചിങ്ങനെ തിരിക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ അവളുടെ 2 കണ്ണും ചൂഴ്ന്നെടുത്തിട്ട് ഇപ്പൊ ഇവര് നിർമ്മിച്ച 2 കണ്ണുകളുണ്ട്, അതെടുത്ത് അവളുടെ കണ്ണിലേക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഒറിജിനൽ പോലും അല്ല, എന്തോ കളിപ്പാട്ട കണ്ണുകള്. പക്ഷെ ഇത് ചെയ്തത് കാരണം ആ ഒരു പെണ്ണ് അവിടെ വെച്ച് തന്നെ മരിച്ചു. എന്നിട്ട് അമ്മൂമ്മ പറയും ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഈ ഒരു കാര്യം എന്തായാലും വിജയിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ഞങ്ങൾ എന്തായാലും അത് ചെയ്യും. ഇതുവരെ അത് ചെയ്ത എല്ലാവരും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എന്റെ മോനെ അമ്മൂമ്മ അപ്പൂപ്പനും ഒരുപാട് നാളായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഈ 2 സൈക്കോകളും കൂടി ചേർന്ന് ഇതുപോലെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവര് രണ്ടുപേരും നേരെ റോബർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അവന്റെ കണ്ണ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അവരാണെങ്കിൽ കരഞ്ഞു പറയും ഇല്ല വേണ്ട ചെയ്യരുതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ അരിയാനയായാലും അവരോട് പറയുന്നുണ്ട് വേണ്ടെന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും കേൾക്കൂ, ഒരു മെഷീൻ കൊണ്ടുവന്ന് അവന്റെ കണ്ണ് കട്ട് ചെയ്തങ്ങെടുക്കും. അതേസമയം ഇവിടെ ആ ഒരു മുടിയനുണ്ടല്ലോ, അവനിപ്പോ കാറുമായിട്ട് എവിടേക്കോ പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ റോബർട്ടിന്റെ കണ്ണ് കട്ട് ചെയ്തിട്ട് അത് വലിച്ചൂരി അങ്ങ് എടുത്തു. ഇപ്പൊ അമ്മമ്മയ്ക്ക് അത്ര സന്തോഷമായി. എന്നിട്ട് അരിയാനയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ദേഹത്തും എന്തോ ഒരു മരുന്ന് കുത്തിവെക്കാനായിട്ട് വരുമ്പോഴത്തേക്കും എന്താ അപ്പൂവൻ പറയും ഇല്ല നീ അന്ന് എന്നെ സഹായിക്കാം, അവളെ പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് വീണ്ടും ഈ ഒരു കാര്യം ചെയ്യാണ്. അതേസമയം മുകളിൽ കാണിക്കുമ്പോൾ എന്റെ മോനെ ഭാഗ്യം, ഇവരിവിടേക്ക് പറഞ്ഞു വിട്ടാവരുത്തുണ്ടല്ലോ, അവനിപ്പോ കാർ എടുത്ത് നേരെ ഇവിടേക്കാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സൈക്കോകളുടെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തും. അങ്ങനെ അവൻ അതിലകത്തേക്ക് കയറി ആ ഒരു പോലീസുകാരൻ മരിച്ചെടുക്കുന്നതും റൂമിനകത്ത് സ്റ്റീഫൻ മരിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഇവൻ നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഇവരെ കാണുന്നതും 2 പൊട്ടിക്കട ഈ രണ്ടുപേരെയും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ
അവിടെയാണ് അടുത്ത ടെസ്റ്റ്. സത്യത്തിൽ ഈ വന്നത് ഇവരുടെ മകനായിരുന്നു. ഇപ്പൊ ഇവനും കൂടി ചേർന്നിട്ടാണല്ലോ ഇവരെ മൂന്നുപേരെയും ഈ ഒരു വീട്ടിലേക്ക് സ്വർണ്ണമെല്ലാം മോഷ്ടിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. സത്യത്തിൽ ഇവരെ മൂന്നുപേരെയും പ്ലാൻ ചെയ്താണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിൽ 3 കുട്ടികൾ ഒരു അപ്പൂപ്പനെ കൊല്ലുന്നത് കാണുമല്ലോ. ആ ഒരു അപ്പൂപ്പൻ വേറെ ആരുമല്ല, നമ്മുടെ അപ്പൂപ്പന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ മൂന്നുപേരെ സ്കെച്ച് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് കാലമായിട്ട് അവരെ ഫോളോ ചെയ്ത് അത് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ ഇതുപോലെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടേക്ക് പറഞ്ഞു വിടുന്നതും ഇതുപോലെ കെണിയിലാഴ്ത്തി ഇവരെ മൂന്നുപേരെയും കൊല്ലാൻ പോകുന്നതും. അതുമല്ല, നമ്മുടെ അപ്പൂപ്പനും അമ്മയും ആൾറെഡി സൈക്കോ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തോ ഒരു കലാ സൃഷ്ടി ചെയ്യണമെന്നും പറഞ്ഞ് ഒരുപാട് പേരെ ഇതേപോലെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് വേറൊരു കണ്ണും വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം അങ്ങനെ ജീവനോട് തന്നെ ഇവരുടെ കണ്ണെല്ലാം വലിച്ചു വരുമ്പോഴത്തേക്കും അവരെന്തായാലും മരിച്ചു പോകത്തില്ലേ, രക്തമെല്ലാം ഒരുപാട് പോയിട്ട്. അതുമല്ല, ഇവര് മൂന്നുപേരാണെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മുടെ അപ്പൂപ്പന്റെ അച്ഛനെ കൊല്ലുകയും കൂടി ചെയ്തു. ആ ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു മകൻ അരിയാനയോട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ റോബർട്ടിന്റെ ആ ഒരു കണ്ണ് 2 വലിച്ചൂരി ആ ഒരു പ്ലാസ്റ്റിക് കണ്ണുണ്ടല്ലോ അതുപോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു കണ്ണ് കുത്തിക്കയറ്റി ഇങ്ങനെ വെക്കുകയാണ്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ അവന്റെ കണ്ണില് ആ ഒരു 2 കണ്ണുകളും വെച്ചിട്ട് ഇവൻ ഇപ്പോൾ ജീവനുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കാണ്. അപ്പൊ ആ ഒരു ബെൽറ്റ് എല്ലാം അഴിച്ചിട്ട് തട്ടിയെല്ലാം നോക്കുമ്പോഴത്തേക്ക് അനക്കമില്ല. പെട്ടെന്ന് നമ്മുടെ റോബർട്ട് അങ്ങ് ചാടി എഴുന്നേൽക്കുന്നതും ഇവരെല്ലാവരും പേടിച്ചു പോകും. പക്ഷെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ. റോബർട്ടും അവിടെ വെച്ച് മരിച്ചുപോയി. അപ്പോൾ ഇവർക്ക് 3 പേർക്കും വിഷമായി പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അരിയാന അടുത്തുള്ള ആ ഒരു ബോക്സിൽ നിന്നും ഒരു കമ്പി പതി അങ്ങ് എടുക്കും. എന്നിട്ട് ഇവളുടെ കയ്യിൽ ആ ഒരു വില കണ്ടല്ലോ, അതും ഇവളെ എങ്ങനെയെങ്കിലും അഴിച്ച് ആ ഒരു കൈ മാത്രം ഇങ്ങനെ തൂക്കിയിട്ടേക്കണ കയ്യിൽ ആ ഒരു മൂർച്ചുള്ള കമ്പിയുണ്ട്. അപ്പൊ ഇവര് 3 പേരും പതിയെ തിരിഞ്ഞ് അരിയാനയുടെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ അടുത്തത് നീയാണ്, ഇവളെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആലോചിക്കാണ്. ആ ഒരു സമയത്ത് അരിയാന അവളുടെ കയ്യിലുള്ള ആ കമ്പി ഉണ്ടല്ലോ അത് വെച്ച് അപ്പൂപ്പന്റെ കണ്ണിലേക്ക് കുത്തി അങ്ങ് ഇറക്കി കൊടുക്കും. അപ്പൊ ആ ഒരു അപ്പൂപ്പന്റെ മോനാണെങ്കിൽ അപ്പൂപ്പനെ പിടിച്ച് താഴേക്ക് വന്നിട്ട് അപ്പൂപ്പൻ വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, അലറി വിളിക്കുന്നു. ആ ഒരു സമയത്ത് അവള് രണ്ടാമത്തെ ആ ഒരു വിലങ്ങ് ഒഴിച്ച് നേരെ താഴേക്ക് വീണിട്ട് റോബർട്ടിന്റെ അടുത്തേക്ക് ഒന്ന് അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ മരിച്ചുപോയി. എന്നിട്ട് ഓടി വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു മകനുണ്ടല്ലോ അവൻ പെട്ടെന്ന് വന്ന് അരിയാനെ പിടിച്ച് താഴേക്കിട്ട് അവളെ പിടിച്ച് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അടുത്ത് വേറൊരു നൈഫ് ഉണ്ടായിരുന്നു. അതെടുത്ത് അവന്റെ തൊടയിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവനെ ചവിട്ടിക്കളഞ്ഞ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഓടുകയാണ്. ഓടി ഓടി ഒരു വിധത്തില് അവൾ ആ ഒരു മുകളിലത്തെ റൂമിലെത്തി. അത് കഴിഞ്ഞ് നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഡോറ് തുറന്ന് ആശ്വസിച്ച് മണ്ടി ഓടി ഇറങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അമ്മമ്മ പുറകിലൂടെ വന്ന് ഒരു മരുന്ന് വെച്ച് അവളുടെ തോളിലേക്ക് ഒരു ഒറ്റ കുത്ത്. കുറച്ച് കഴിയുമ്പോൾ അരിയാനയുടെ ബോധവും പോയി. എന്നിട്ട് അമ്മമ്മയാണെങ്കിലും ഇപ്പോൾ അരിയാനയെ വലിച്ചെടുത്ത് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഓടി രക്ഷപ്പെടാനുള്ളത് ഡോറും തുറന്ന് കാറ്റും കൊണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ പണിയായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും 1-2 ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ മകന് കുഴപ്പമില്ല, തലക്കെന്തോ പരിക്കുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവര് 2 പേരും കൂടി ചേർന്ന് നേരെ താഴേക്ക് പോയിട്ട് ഈ അപ്പൂപ്പന് ചെയ്യാൻ കഴിയാത്ത കാര്യം നീയാണ് മോനെ ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഇവർ ആ ഒരു കാര്യം ചെയ്യുന്നു. ഹരിയാനയുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് അവൾക്ക് ഇവരുണ്ടാക്കിയ ആ ഒരു കണ്ണുണ്ടല്ലോ അതിങ്ങനെ വെച്ചു കൊടുക്കാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇവനിപ്പോ കോഫിയായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഹരിയാന മരിച്ചിട്ടില്ല. പകരം ഇവര് വെച്ചു കൊടുത്ത ആ ഒരു കണ്ണും വെച്ച് ഈ അമ്മമ്മ ഒരു പാവയെ പോലെ അവളെ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. അവൾക്ക് കണ്ണ് കാണാൻ കഴിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു കണ്ണ് തിളങ്ങുന്നുണ്ട്. അതിനകത്ത് എന്തോ ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തായാലും ഹരിയാനയുടെ ജീവിതം ഇവർ പറയുന്നത് പോലെ തന്നെ ഇവരോടൊപ്പം ചേർന്നായിരിക്കും ജീവിക്കാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.